അമ്മ വരാ മുത്തുമണീസ്. അപ്പോൾ ഇന്ന് എൻ്റെ മോനുട്ടനെയും പൊന്നൂസിൻ്റെയും ബർത്ത്ഡേ ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞ് ശീലിച്ചു പോയി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം, പണ്ട് ഞാൻ ടിക്ടോക്കിലൊക്കെ ഇടുമ്പോഴേ ബർത്ത്ഡേ വിഷ് ഇടുമ്പോൾ എല്ലാവരും ചോദിക്കും ഇരട്ടക്കുട്ടികളാണോന്ന്. ഇരട്ടക്കുട്ടികളെ പോലെ തന്നെ. അപ്പോൾ ഇന്ന് ജാനുവരി 26 മോനുക്കുട്ടൻ്റെ ബർത്ത്ഡേ ആണ്. നാളെ ജാനുവരി 27 പൊന്നൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ എല്ലാം മോനുക്കുട്ടൻ ജനിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒന്നെങ്കിൽ 27 അല്ലെങ്കിൽ 26 ഏതെങ്കിലും ഒരു ദിവസം അങ്ങ് ആഘോഷിക്കും. അതാവുമ്പോൾ രണ്ടും ഒരു ചിലവിൽ അങ്ങ് നടക്കുമല്ലോ. അപ്പോൾ എന്താ പറയുക, എന്തോ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്, എന്നാ സങ്കടമുണ്ട്. സങ്കടം എന്തിനാന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. അവർ വളർന്നു. അണ്ണ ഇങ്ങനെ പറയും ഇത് മോനുക്കുട്ടന് 7 വയസ്സായി എന്ന് പറയുമ്പോഴാണ് എനിക്ക് ഒരു ഇത് വരുന്നത്. അയ്യോ അവന് 7 വയസ്സായോ. ഈ പറയുന്ന പോലെ അമ്മമാർക്ക് എന്നും കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് എനിക്ക് ആ ഒരു മൈൻഡ് വരാറില്ല. അയ്യോ ഉള്ളി അരിഞ്ഞാണെന്നെങ്കിൽ നിങ്ങൾ വിചാരിച്ചാൽ മതി കേട്ടോ. പിന്നെ എൻ്റെ കോലം നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട കേട്ടോ. കാരണം ഇന്നലെ രാത്രി ഞങ്ങളൊരു സിനിമയ്ക്ക് വരുന്നു. പിന്നെ വന്നിട്ട് മോനുക്കുട്ടനും പൊന്നൂസിനും വാങ്ങിച്ച സാധനങ്ങളെല്ലാം എടുത്ത് വെക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. അങ്ങനെ ഞാനും അണ്ണനും ഉറങ്ങിയില്ല. പിന്നെ അതുമല്ല അണ്ണന് തൊണ്ടവേദനയായിരുന്നു കേട്ടോ. അങ്ങനെ ഉപ്പുവെള്ളമൊക്കെ പിടിച്ച് രാത്രി 3 മണി വരെയൊക്കെ ഇരുന്നു. ഉറക്കം അങ്ങോട്ട് ശരിയായില്ല കേട്ടോ. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞങ്ങൾ അണ്ണൻ ഇറച്ചി മേടിക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ ബിരിയാണിക്കുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കുവാണ്. അപ്പോൾ ടൗണിൽ അണ്ണൻ വരാൻ താമസിക്കുമെന്ന് അറിയത്തില്ല. കാരണം അണ്ണൻ സ്കൂട്ടിയിലാണ് പോയത്. ഇടവഴി കൂടെയൊക്കെ കയറി വരും. കണ്ട അണ്ണൻ വരും എന്ന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അണ്ണൻ വന്നു. ഇന്ന് റിപ്പബ്ലിക്കിൻ്റെ റാലിയും ഇതൊക്കെ വേണ്ട ഞാൻ അങ്ങനെ പറഞ്ഞത്. എന്തെങ്കിലും ഉണ്ടോ അണ്ണേ? അവിടെ എന്തെങ്കിലും ഉണ്ടോ റാലി? എന്ത് ഇന്ന് സൺഡേ ആയതുകൊണ്ടാട്ടോ. സാധാരണ മോനുട്ടൻ്റെ മുന്നിൽ ബർത്ത്ഡേക്ക് ഞങ്ങൾ ഇവിടെ പള്ളിപ്പെരുന്നാൾ ഒരു അമ്പലത്തിൽ ഉത്സവം വായനയൊക്കെ നടക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം കൂടി ചേർന്ന് പോയി. ഈ സൺഡേ ആയതുകൊണ്ട് സ്കൂളുകളിൽ നിന്ന് അറിയത്തില്ല വലിയ റാലി ഉണ്ടോ. പിന്നെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പോകുന്ന കേട്ടു. നമ്മൾ സാധാരണ 26-ന് മോനുട്ടനെയും പൊന്നൂസിനെയൊക്കെ രാവിലെ ഒരുക്കിയിട്ട് ഞങ്ങളൊന്ന് റിപ്പബ്ലിക് റാലി കാണാൻ ഇറങ്ങും. എന്നിട്ട് വന്നാണ് ബാക്കി ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാറ്. അത് ചില വർഷങ്ങളിലല്ലേ ഉള്ളൂ. 6 വർഷമായിട്ട് ചിലപ്പോൾ പൊന്നൂസിൻ്റെ ബർത്ത്ഡേക്ക് ആയിരിക്കും. ഇതിപ്പം നാളെ സ്കൂളുണ്ടല്ലോ, ഇനിയിപ്പോൾ അവധി ദിവസമാണ്. നാളെ സ്കൂളുണ്ട്. അപ്പോൾ പൊന്നൂനും മോനുട്ടനും നാളെ കളർ ഡ്രസ്സ് ഇട്ടുകൊണ്ട് പോകാനുള്ള ഒരു അവസരമാണ്. ഇവരുടെ സ്കൂളിലല്ലാതെ കളർ ഡ്രസ്സ് ഇല്ല. അപ്പം നാളെ ഇട്ടുകൊണ്ട് പോവാം. മുട്ടായിയൊക്കെ കൊടുത്ത് പുത്തനുടുപ്പൊക്കെ ഇട്ട് ഒരുക്കി വിടണം. അവർക്കും അത് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അസംബ്ലി നടക്കുന്നതിന് മുമ്പ് ഈ ബർത്ത്ഡേക്കാരെ അവിടെ വിളിച്ച് നിർത്തിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി പ്രിൻസിപ്പൾ മഞ്ചൊക്കെ കൊടുക്കുമെന്നാണ് പൊന്നു പറയുന്നത്. അപ്പോൾ അത് ഒരു സന്തോഷം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചത്. ഞാനെല്ലാം മെരിഞ്ഞ് സെറ്റാക്കി. ഇത് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും തുറന്നു വരുമ്പോൾ സമയമാവും. ഇത് ഞാൻ ചോറിന് അരിഞ്ഞതാട്ടോ. പിന്നെ തക്കാളി. നിങ്ങൾക്ക് കറി വെക്കാം പെട്ടെന്ന്. എണ്ണം പറഞ്ഞു കറി ആദ്യം മതി. ഞാൻ പറഞ്ഞ പാത്രം ഒന്ന് കഴുകിത്തരാൻ. വെള്ളത്തിലൊന്ന് അത് വെള്ളത്തിലോട്ടൊന്ന് ഇട്ട് താടി. പിന്നെ അണ്ണന് തുമ്മലാണ് ഫ്രണ്ട്സ്. ബൈക്കിൽ പോയി കഴിഞ്ഞാൽ ഇപ്പം തുമ്മലാണ്. എന്താണോ ആവും. എന്തോ ആയി. അലർജി പ്രശ്നമാണ് കേട്ടോ. എന്തേ ഗരം മസാലപ്പൊടി അതെ ആശുപത്രി പോയി കഴിച്ച് ഒരാഴ്ച ഗുളിക കഴിച്ചതിൻ്റെ ആ സമയത്ത് കുറവുണ്ട്. പിന്നെയും വന്ന് ഇറച്ചിക്കറി വറ്റിച്ച് വെക്കാം എന്നാണ് ഞങ്ങളുടെ ഒരു നിഗമനം. അല്ലേ എന്നെ? ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്നു അലർജി പ്രശ്നം. അത് അന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്തപ്പം പായലും പൊടിയും അലർജിയാന്നാ പറഞ്ഞത്. പിന്നെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ശരിയായി. വീഡിയോ പണി നടക്കുന്നിടത്തെല്ലാം പോയി കിടക്കുന്നയാ. ഇതുവരെ അത് കുഴപ്പമില്ല. അണ്ണ ഇത് തനി പോത്ത് തന്നെ? തനി പോത്താണോ? ഇറച്ചി പോത്തിറച്ചി.
ഈ ആഘോഷങ്ങൾ പൊന്നൂസിനും മോനൂട്ടനും ഭയങ്കര ഇഷ്ടമാണ്. അവർക്കാണ് ഇത് ഒക്കെ ഇഷ്ടം. ഇപ്പൊ എന്റെയും അണ്ണന്റെയും ബർത്ത്ഡേ വന്നേ തന്നെ പൊന്നൂസ് മോനൂട്ടനും പറയും, അമ്മ ആഘോഷിക്കണം, കേക്ക് വാങ്ങണം, മുട്ടായി മേടിക്കണം. അപ്പൊ അണ്ണൻ പറയോ വയസ്സാം കാലത്ത് എന്തോ ബർത്ത്ഡേ ചുമ്മാ എന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ അമ്മയുടെ ബർത്ത്ഡേ ആണെന്ന് സ്കൂളിൽ മുട്ടായി കൊണ്ടുപോകണം ഇങ്ങനൊക്കെ പറയും. ഞങ്ങൾക്ക് നാണക്കേടാണ്. അവർക്ക് ഈ ആഘോഷങ്ങൾ എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ പൊന്നൂസിനെ മോണ്ടനെ ഓരോ വർഷം അണ്ണൻ പറയും ഇനി 10 വയസ്സാവുമ്പോൾ ആഘോഷിച്ചാൽ മതി, 15 വയസ്സ് അങ്ങനെ ഒരു ഇത് വെക്കാന്നൊക്കെ പറയും. പക്ഷെ അവർക്ക് അമ്മ വേണ്ട ആഘോഷിക്കാം എന്ന് പറയുമ്പോൾ ഒരു സന്തോഷം. പിന്നെ അവരുടെ സന്തോഷമല്ലേ. പിന്നെ കഴിഞ്ഞ വർഷം നമ്മളെല്ലാവരെയും വിളിച്ച് നടത്തി. ഈ വട്ടം ആരുമില്ല, എല്ലാവരും ഓരോ കാര്യങ്ങളിൽ തിരക്കാണ്. എൻ്റെ അമ്മ വരും. പിന്നെ ഷാജാന്റെ അമ്മായും എൻ്റെ അമ്മായും മാത്രം വരുമെന്നാണ് വിചാരിച്ചത്. അവരെ മാത്രമാണ് വിളിക്കാമെന്ന് വിചാരിച്ചത്. പിന്നെ അണ്ണൻ്റെ അക്കായും. അപ്പോൾ പിന്നെ അക്കാക്കും അണ്ണൻ്റെ അമ്മായിക്കും അവിടെ അക്കാടെ അവിടുത്തെ ഫാമിലിയിൽ ഒരു വളയിടിയിലെങ്ങാണ്ടുണ്ട്. അപ്പം പോയേ പറ്റൂ. അപ്പം നമുക്ക് അത് നാളെ അവർക്ക് പോയില്ലെങ്കിൽ പരാതിയല്ലേ. അപ്പം അണ്ണൻ പറഞ്ഞു ശരിയെങ്കിൽ പോക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ അവരതിന് പോയി. അപ്പം എൻ്റെ അമ്മ മാത്രം വരും. അപ്പം റിപ്പബ്ലിക് റാലി തുടങ്ങിയെന്ന് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചു ചോദിച്ചു. ഞാൻ പിന്നെ തുടങ്ങിയോ എന്ന് എനിക്കറിയത്തില്ല. നേരത്തെ ആണെങ്കിൽ നമുക്ക് ഈ ബാൻഡ് മേളത്തിന്റെ ശബ്ദമൊക്കെ കേൾക്കും. ഇതിപ്പം ഇവിടെ ഒരു പള്ളിയുടെ പെരുന്നാളുണ്ട്, അവിടുത്തെ ശബ്ദം. ഇന്നാണ് അവിടെ പെരുന്നാൾ. പിന്നെ ഇവിടെ ഒരു അമ്പലത്തിൽ വായനയൊക്കെ നടക്കുന്നുണ്ട്. അവിടെ എന്തോ വിഗ്രഹം കണ്ട് പ്രതിഷ്ഠിച്ചതിൻ്റെ എന്തോ ഇതുണ്ട്, ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. സപ്താഹം. അപ്പം അതിൻ്റെ കാര്യങ്ങൾ ഉണ്ട്. അപ്പം ഇതിൻ്റെ എല്ലാ ശബ്ദം കൊണ്ട് ബാൻഡ് മേളം നമുക്ക് കേൾക്കത്തില്ല. അല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു റാലി വരുന്നു എന്നൊക്കെ. ഇനിയിപ്പം കുക്കിങ്ങിന്റെ പരിപാടിയായിട്ട് കാണാനൊന്നും പോകുന്നില്ല. അണ്ണൻ പറയുക അവിടെ അധികം ആളൊന്നും ഇല്ല. നെല്ലി അണ്ണേ ശരിയാ, റാലി വരുമ്പോ ആള് കൂടുമായിരിക്കും. സാധാരണ പുണ്ണലു ഭയങ്കര ആളായിരിക്കും. ബസ്സിലൊക്കെ മേളിൽ കയറിയെന്നാണ്. ഞാൻ എല്ലാ വർഷവും മിക്കപ്പോഴും മണവാട്ടിയാണ്, അല്ലെങ്കിൽ സെറ്റ് മുണ്ട് കൊടുത്ത് ബാനർ പിടിക്കാനായിരിക്കും. ഇതൊക്കെ ഒരു ഓർമ്മ. കൊച്ചിയിലെ ബട്ടർഫ്ലൈ ആയിരുന്നു കേട്ടോ. ഫോൺ അടിക്കുന്നു. പൊന്നൂസ് മോണ്ട് നല്ല ഉറക്കം കേട്ടോ. ഉറങ്ങട്ടെ. അമ്മ ഇപ്പൊ വിളിച്ചു വെച്ച് എണീറ്റോന്ന്. മറ്റേ എന്തുവരുന്ന യൂണിക്കോൺ വേണോ അമ്മ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇന്നലെ കൊട്ടാരക്കടയിൽ പോയി സർവ്വ കടയിലും തപ്പി യൂണിക്കോൺ ഇല്ല. ലാസ്റ്റ് അവിടുന്ന് അവര് തന്നെ ഇഷ്ടപ്പെട്ട് എടുത്ത പപ്പികളാണ്. പക്ഷെ അവര് തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു സർപ്രൈസ് ഇല്ലല്ലോ. പിന്നെ ഇന്നലെ കെട്ടിപ്പിടിച്ചോണ്ട് കിടക്കുവായിരുന്നില്ല. കട്ടിലിൽ കിടക്കാൻ സ്ഥലവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക്. ഇതെടുത്ത് മാറ്റത്തുമില്ല. അണ്ണന്റെ ഇപ്പോഴേ ബലൂണൊക്കെ വീർപ്പിക്കാൻ തുടങ്ങി. നമ്മള് വേറെ കുറച്ച് കാര്യങ്ങൾ ഇത് സാധാരണ ഗൾഫീന്ന് കാർക്കോ അയച്ച് വന്ന ബലൂണാണ്. ഇത്രയും ബലൂണുണ്ട്, നിറച്ചും ബലൂണാണ്. പിന്നെ നമ്മൾ വാങ്ങിച്ച എന്താ എണ്ണേ ഇന്നലെ വാങ്ങിച്ച ബലൂൺസ് അത് കവറി വെച്ചില്ലേ. നല്ലായിരുന്നു. ഇതാണ്ട് നമ്മുടെ ബർത്ത്ഡേ ഐറ്റംസ്. ഇതാണ് ബലൂൺസ്. ഡബിൾ സൈഡ് സ്റ്റിക്കർ വേണോ? ഒന്ന് അതി വെച്ചോ. ആണോ? ഇന്ന അയ്യോ ഇതിനകത്തിരിക്കുന്നു. എന്നാ ഓക്കെ. പൊന്നൂസ് മോണ്ടന് നല്ല ഉറക്കമാട്ടോ. അണ്ണ ഇപ്പോഴേ വീർപ്പിച്ച് തുടങ്ങിയാൽ നമുക്ക് ഇവിടെ ദാണ്ട് ഈ ഭിത്തിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ബലൂണൊക്കെ വെച്ചൊന്ന് ഇത് ചെയ്യണം. കഴിഞ്ഞ വട്ടം ഞാൻ ഓൺലൈനിൽ നിന്ന് ഒത്തിരി സാധനം വാങ്ങിച്ചായിരുന്നു. പിന്നെ അതുമല്ല ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ ഒരു രസം, അത്രേ ഉള്ളൂ. രസം, കുഞ്ഞുങ്ങളുടെ ഒരു സന്തോഷം. അങ്ങനെ എൻ്റെ തങ്കക്കൂടം എണീറ്റു ഫ്രണ്ട്സ്. എൻ്റെ തങ്കക്കൂടം എണീറ്റേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇന്നലെ തന്നെ ഞങ്ങൾ വൈകുന്നേരം വിഷ് ചെയ്യാൻ കെറിവിച്ചിരുന്നു. പിന്നെ അണ്ണൻ ഞാനും വിഷ് ചെയ്ത് ഉമ്മയൊക്കെ കൊടുത്ത്, എന്നിട്ട് അണ്ണ ഒരു പേപ്പറിനകത്ത് എന്തൊക്കെയാ മോനൂട്ട എടുത്തെന്ന് കാണിയിരുവരെ. ഹാപ്പി ബർത്ത്ഡേ സ്കൂളിൽ ഫ്രണ്ട്സിനൊക്കെ കാണിക്കാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്, എഴുതിയൊക്കെ കൊടുത്തതൊക്കെ. പിന്നെ പൊന്നു ഉടുപ്പിടാതെ കിടക്കുന്നത്. അതാ ഞാൻ പൊന്നിനെ കാണിക്കാത്ത. കാരണം ഉടുപ്പിടാതെ കിടന്നു കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രശ്നമാണ്. തങ്കമെൻ്റെ അമ്മാടെ തങ്കം. തങ്കം എന്തേ?
ബർത്ത്ഡേ ആണ് ബർത്ത്ഡേ. ഞങ്ങളുടെ ബർത്ത്ഡേ ആണ്. അതെ പൊരിഞ്ഞളകുന്നു. കുളിക്കണ്ടായോ? കുളിച്ച് പുതിയതിടണ്ടേ? പുതിയത് അണ്ണ അരി നമ്മൾ ഇതാക്കി വെക്കണോ? കഴുകണോ? കഴുകി കുറച്ചു നേരം കുതിർക്കണോ? വേണ്ടല്ലോ. അതെ നമ്മള് ബീഫ് കറി അടുപ്പത്താക്കിയിട്ടുണ്ട് കേട്ടോ. ബീഫ് അധികം വെള്ളമൊന്നും ചേർക്കാതെ വെച്ച് അണ്ണൻ പറഞ്ഞ് വറ്റിച്ച് വെക്കാനേ, അങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദാണ്ട് നെയ്യ് ഞാൻ ഇന്നലെ മേടിച്ചിട്ട് അറിയാതെ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് എൻ്റെ പൊന്നെ കട്ടി പിടിച്ചിട്ട് ഇരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യും? ചൂടുവെള്ളത്തിൽ വെച്ചാൽ മതി. പക്ഷേ ഇനി ചൂടുവെള്ളം ആക്കണ്ടേ എന്നുള്ളൊരു മൈൻഡ്. ഇനിയിപ്പോൾ രക്ഷയില്ല, ചൂടുവെള്ളത്തിൽ തന്നെ വെക്കാം. അല്ലെങ്കിലേ ഞാനിത് എന്താ പറയുക, ശരിയാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കട്ടിയാണല്ലോ നെയ്യ്, അത് ഞാൻ ഉരുക്കി എടുക്കുന്ന സമയത്തേക്കും പാത്രം ഇതിനകത്തുള്ള നെയ്യ് മൊത്തം കരിഞ്ഞു പോകും. അതുകൊണ്ട് ഇതിനകത്താക്കിയിട്ടേ ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ ഇറക്കി വെച്ചാൽ സെറ്റായി. അതെ പെട്ടെന്നായല്ലോ ഫ്രണ്ട്സ്. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന് മൊത്തം ഇതും പൊട്ടിച്ചിരിക്കേണ്ട വന്നേനെ. ഓക്കേ. ഇവിടെ എന്തുവാ അത്? ഉള്ള ബലൂൺ മൊത്തം അണ്ണം പൊട്ടിച്ചളയാണോ അണ്ണേ? ആകെ കുറച്ച് ബലൂൺ ഉണ്ട്, അത് മൊത്തവും പൊട്ടിച്ചിരുന്നു. ആണോ? ഫാനങ്ങ് ഓഫ് ചെയ്യും മക്കളെന്നാ. മലേ അമ്മാടെ പൊന്നെ. എന്റെ പൊന്നെ കട്ടി നൂലില്ല, പട്ടത്തിന്റെ നൂല്. മോനക്കുട്ട പട്ടമൊക്കെ എന്തേ? മോനുകുട്ട അന്നിങ്ങനെ ചുറ്റി കാണഞ്ഞല്ലേ നമ്മൾ കൊല്ലത്തുനിന്ന് പട്ടം മേടിച്ചത്. മക്കൾ ഇവിടെ എല്ലാം കൊണ്ട് നല്ല കട്ടി നൂല്. എന്റെ പൊന്നെ എവിടെയോ വെച്ചിട്ടുണ്ട്. അങ്ങനെ പട്ടം വേണ്ടടി പൊന്നെ, നൂല് മതി പൊന്നെ. കണ്ടാ മോനോട്ട് എല്ലാം ഒന്നും കളയതിരട. അപ്പം എനിക്ക് സൂക്ഷ്മതയാണ്. എൻ്റെ പൊന്നുമോൻ കണ്ടുപിടിച്ചോണ്ട് വാടി. ഉണ്ടോ മോനൂട്ടാ? ഒന്ന് തപ്പണ്ണേ, തപ്പ്. പൊടിയോ? ഇന്നത്തെ പൊടിയൊന്നുമില്ല. ഇന്നാൾക്ക് അമ്മ തൂക്കാന്നേരം കിടക്കുന്നുണ്ട് മക്കളെ. അമ്മ എടുത്ത് കളഞ്ഞോന്നൊരു സംശയം. അമ്മ എടുത്ത് കളഞ്ഞു കാണും പൊന്നെ. അയ്യോ ദേ അണ്ണനെ നമ്മുടെ പൊന്നൂസും കേക്ക് വാങ്ങാൻ പോയിട്ട് വന്നു ഫ്രണ്ട്സ്. ഞാൻ പിടിക്കാനാ? പതുക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പിന്നെ എടീന്ന് വിഷമിച്ച് അണ്ണൻ്റെ ആ വിളി കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ. എടീന്ന് പറയുമ്പോ എന്തോ ഉണ്ടെന്ന്. വാ പൊന്നു വേഗം വാ കുളിക്കാം. ആണോ? വേഗം വാ കുളിക്കാം. ഇത്രയും ബലൂൺസ് ഞാൻ വീർപ്പിച്ചുണ്ടെങ്കിൽ എനിക്ക് വയ്യേ. ദേ മോനുകുട്ടൻ അവിടെ നിന്ന് സ്ട്രോബെറി കഴിക്കുന്നു. പിന്നെ പൊടിക്കാൻ ഫ്രിഡ്ജിൽ വെക്കാം. എൻ്റെ നെയ്ച്ചോറും കറിയും പിന്നെ ഞാൻ സാലഡിന് അരിഞ്ഞു വെച്ച് എല്ലാം സെറ്റായി കേട്ടോ. പിന്നെ അണ്ണൻ്റെ ബലൂണൊക്കെ അങ്ങോട്ട് ഇട്ടപ്പോഴത്തേക്കും നമ്മുടെ ഈ കേക്കിൻ്റെ സ്റ്റാൻഡ് ഒരു കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്, പോയി മേടിക്കാൻ പറഞ്ഞു. അണ്ണ സ്കൂട്ടി എടുത്തിട്ട് ഓടിപ്പോയി. പൊന്നൂസ് ദേ കുളിച്ച് ഇന്നത്തെ പുത്തനൊക്കെ ഇട്ട് നിൽക്കുവാണ്. ഇനി ഞാൻ ഒരുക്കണം. മോനൂട്ടൻ്റെ ഈ പപ്പിക്കുട്ടി എനിക്കുമാണ്. രണ്ടുപേരും യൂണിക്കോൺ വാങ്ങാൻ പോയതല്ലേ? ഇപ്പൊ യൂണിക്കോൺ ഏത് കടയിലും കിട്ടിയില്ല, ഒരു കടയിലും. സാരമില്ല, ഇനി നമുക്ക് വേറെ എവിടെയെങ്കിലും ദൂരെ വലിയ ടൗണുകളിലൊക്കെ പിന്നെ ഈ പപ്പീസിൻ്റെതായിട്ട് മാത്രം ഓരോ ഷോപ്പ് കാണുമല്ലോ. അപ്പം ഈ ടെഡിയായിട്ട് പപ്പീസിന് മാത്രമായിട്ടുള്ള ഒരു ഷോപ്പിലാണ് കയറിയത്. പക്ഷെ അവിടെ യൂണിക്കോൺ ഇല്ലായിരുന്നു. അപ്പൊ ഇനി എന്താ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്താലേ ഒരു ഇതാവും. 12 മണിയാകുമ്പോൾ നമ്മുടെ ഫാമിലി ക്യാമറാമാനെ എടുത്ത് ഫോട്ടോ എടുക്കാൻ വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ അവിടെ റിപ്പബ്ലിക് റാലി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് വേണം ഇവരെ ഒന്ന് ഒരുക്കാൻ. മോനുകുട്ട ഇനി വാ, ദേ വാ മോനുകുട്ട, ഒന്നും ചെയ്യണ്ട, വാ അമ്മയുടെ പൊന്നു വാടി, വാ. അപ്പം ഇനി നാളെ നമ്മുടെ പൊന്നുവിൻ്റെ ബർത്ത്ഡേ. നാളെ പുത്തനൊക്കെ ഇട്ട് നമ്മൾ സ്കൂളിൽ പോവില്ലേ മുട്ടായൊക്കെ കൊണ്ട്? അടിപൊളിയായിരിക്കും. എൻ്റെ മുടി മൊത്തം ചടയായി. പുത്തനിട്ടോണ്ട് പോകും. വാ മക്കളെ ഒരുക്കട്ടെ. പൊന്നൂസിനെ മോളോട് തന്നെ ഡ്രസ്സ് ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നല്ലോ ഫ്രണ്ട്സ്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം.
കണ്ടോ? അപ്പോൾ ഇതാണ്ട ഫ്രണ്ട്സ്, ഇതാണ് നമ്മുടെ മോനുക്കുട്ടൻ എന്ന് ഇടുന്നത്, ഇത് പൊന്നു എന്ന് ഇടുന്നത്. എന്റെ ഈ ഉടുപ്പ് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. മാക്സിന്ന് എടുത്ത കേട്ടോ. അപ്പം നമുക്ക് പൊന്നു പെട്ടെന്ന് ഒരുങ്ങാം. ബാ, ഒരുങ്ങി അങ്ങിരുന്ന ഇതായിരിക്കും. ഇതേ മുടി മൊത്തം നനഞ്ഞ് വല്ലാണ്ടിരിക്കും മക്കളെ. ഇതേ പൊന്നു അരഞ്ഞാണം കിടക്കുന്ന, അരഞ്ഞാണം എടുത്ത് അകത്തോട്ടിടേ. അപ്പോൾ മോനുകുട്ടനെ ഇട്ട്, മോനുകുട്ടനെ മറ്റാണ് ഉദ്ദേശിച്ചത്, പക്ഷെ നാളെ സ്കൂളിൽ ഇട്ട് കൊടുക്കും. മോനുകുട്ടനെ സ്കേറ്റിംഗ് ചെയ്ത് പേടിക്കാതിരിക്കാനുള്ള ഞങ്ങളുടെ സാധനമാണ്. അവിടെ ഇരി, അമ്മച്ച് മേക്കപ്പ് ചെയ്ത് തരാം. പെട്ടെന്നാവട്ടെ, പെട്ടെന്നാവട്ടെ. ഓ എന്തിനാ? ഹൈറ്റ് അത് ചെരുപ്പിട്ടത് കൊണ്ടാ നീ. നല്ല ഷിയാമ വന്ന്, ഷിയാമ വന്നേ. എന്റെ അമ്മ വന്നേട്ടോ. ഓട്ടോ എവിടെ കിടന്ന്? അയ്യോ, അവിടെ ഒരു കവർ. മോനൂട്ട ബലൂൺ കൊണ്ടുവന്ന കവർ ഇതുകൊണ്ട് അവിടെ കിടക്കുന്നത്. അതിങ്ങ് എടുത്തോണ്ട് പോവാ മോനൂട്ട. ആ ബാ ബാ, അതാണ്ട് അണ്ണനും വന്ന് സ്റ്റാൻഡ് കൊണ്ട്. ഡാഡി വന്നു. ഡാഡി കിട്ടിയോ അണ്ണേ? ആ അതാണ്ട് സ്റ്റാൻഡ്. ഇങ്ങ എടുത്തോണ്ടോ മോനൂട്ട? ആ കേക്ക്. ആ കൊള്ളാം കൊള്ളാം, അടിപൊളി സ്റ്റാൻഡ്. പന്നലാക്കല്ലേ? ബാ ബാ ബാ. അപ്പൊ മുത്തോണീസ്, ഇതാണ് ഞങ്ങളുടെ ബർത്ത്ഡേ ഗെറ്റ് റെഡി വിത്ത് മീ ലാസ്റ്റ് ലുക്ക് കേട്ടോ. ദേ ഇവിടെ ബലൂണൊക്കെ അത്ത സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ ദേ ഇത് നമ്മുടെ ടേബിളില് വിരിക്കാനുള്ള ഇത് എന്തുവാ? ടേബിൾ ഷീറ്റ് ആണ് കേട്ടോ. ടേബിൾ കവറ്. പിന്നെ ഇത് എന്റെ തൊപ്പിയാണ് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേയുടെ. ഇത് അവന്റെ തൊപ്പി, ഹാപ്പി ബർത്ത്ഡേ. അല്ല തെറ്റിപ്പോയി. ഇത് അവന്റെ തൊപ്പി, ഇത് എന്റെ തൊപ്പി. പിന്നെ ഇത് നമ്മള് കേക്കിന്റെ മണ്ടയിൽ വെക്കുന്നതാ. ഇത് കത്തിക്കുമ്പോ തുറന്നു വരും, വിരിയും പൂവ്. എന്റെ കുക്കിംഗ് പരിപാടീസ് ഒക്കെ തീർന്നു. നമ്മുടെ സാലഡ് സെറ്റ്, മല്ലിയില കുറച്ച് തോനെ ഇട്ട് കേട്ടോ. എന്തുവാ മോനുട്ടാ. പിന്നെ ദേ നമ്മുടെ ബീഫ് കറി നല്ല വറ്റിച്ച് വെച്ചിട്ടുണ്ടേ. നല്ല മണം. അയ്യോ, ഇപ്പൊ കഴിക്കാൻ പറ്റില്ല, കേക്ക് മുറിക്കട്ടെ. പിന്നെ നെയ്ച്ചോറ് ചൂട്. ആ കേക്ക് മുറിക്കാൻ നിക്ക്. ബാ മോനുട്ടാ. യോ, അതൊക്കെ മാറ്റി വെച്ചേരെ, അവനിന്ന് സെറ്റ് ആക്കും. ബാ ബാ മക്കള് ബാ. നമ്മുടെ പൊന്നൂസിനെ കുറിച്ച് ഇവ ഇപ്പം നമ്മുടെ ഫാമിലി ഫോട്ടോഗ്രാഫറായി മാറിയേക്കുവാണ്. നിനക്കതിൽ അഭിമാനിക്കണം. എടുക്കാം, ഫോട്ടോ എടുക്കാം. വാ എന്നാ. വെയിൽ. നാളെ പൊന്നൂസിന്റെ ബർത്ത്ഡേ, ഇന്ന് മോനൂട്ടന്റെ ബർത്ത്ഡേ. ഒറ്റ ദിവസത്തെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം അങ്ങ് ആഘോഷിക്കും. അത് നമുക്ക് ചെലവ് കുറഞ്ഞു. ഇന്നല്ല അല്ല, നാളെ ഇനി സ്കൂളിൽ പുത്തനൊക്കെ ഇട്ട് മുട്ടായൊക്കെ കൊണ്ടുപോകണം. അപ്പോഴും ഒരു ചെലവാ. 2 ഡ്രസ് എടുക്കണം എപ്പോഴും. നമ്മള് ബർത്ത്ഡേക്കാരുടെ ഫോട്ടോസ് ആണ് എടുക്കേണ്ടത്. മോനൂട്ടൻ കേറി വാടാ. ആ പെട്ടെന്ന് എടുത്തോ. പൊന്നു പോസ് കൊടുത്തോ. ആ അങ്ങനെ നിക്കൂ. ആ അങ്ങോട്ട്. ആ അങ്ങനെ. വെരി ഗുഡ്. പൊന്നു പോസ് പറയും. ചിരിക്കൂ. ആ അങ്ങനെ. മോനൂട്ടനെ അല്ലാതെ നാച്ചുറൽ ആയിട്ട് നമ്മൾ എന്തെങ്കിലും തമാശ പറയുമ്പോൾ ചിരിക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പം ഉണ്ടാക്കി ചിരിയാ. മുഖം നോക്ക്. ആ ഉടനെ ഓക്കെ. എന്നാ കേക്ക് എടുത്ത് വെക്കും. കേക്ക് ആരും ഇതുവരെ കണ്ടില്ല, നോക്കട്ടെ. കണ്ടോ കേക്ക്? ഓ, ഞാനാ ഫോട്ടോ അയച്ചു കൊടുത്തത്. പക്ഷെ എന്നാലും കൊള്ളാം. ഉണ്ടാക്കിയിരിക്കുന്നു. വാ, അടിപൊളി. ഒരെണ്ണം എനിക്ക് റെഡ് മതി. എനിക്ക് ബ്ലൂ. കേക്ക് എടുത്ത് വെച്ച് എണ്ണ. മുത്തൊക്കെ പോവും. പേര് സെറ്റ്. ആ ഇങ്ങനെ വെച്ചേക്ക. ആ ഓക്കെ. മോനോട് വിശ്വസിക്കാൻ പറ്റത്തില്ല, ചിലപ്പോ മുറിച്ച് കളയും. ആ അവിടെ ലൈറ്റ് ഇടണോടാ.
ആ ശരി ശരി. അടുത്തോട്ട്. ഇവൻ കസേരയിലാ നിക്കുന്നേ. ഇവളെയും കസേരയിൽ നിർത്തണോ? മോളെ ഇതിൽ കയറി നിൽക്കുമല്ലോ കസേരയില്. ആ ഓക്കെ. നിങ്ങൾ ഫ്രണ്ടിലോട്ടങ്ങ് നിന്നാ മതി. വാ തുറന്ന് ചിരിയടാ. വാ തുറന്ന് ചിരിക്കാൻ പറ്റുമ്പോണ്ട. അമ്മ വരാ. അയ്യോ 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 ഓടിക്കോ. ആ മോനോട്ട് അങ്ങനെയാ. നമ്മൾ അങ്ങോട്ട് വിട്ടുകൊണ്ട് അവൻ ഇങ്ങോട്ട് തന്നോളൂ. ആ അവന് കേക്ക് മതി. നമ്മളെല്ലാം പറഞ്ഞ പോലെ ആദ്യം അപ്പൊ നമ്മുടെ പൊന്നൂസിനെ മോനൂട്ടനെയും ഇതെന്തോന്നത് എനിക്ക് ചിരി ഇത് വെക്കട്ടെ അണ്ണ ഇവിടെ. അണ്ണ ഇവിടെ വെച്ചോ. ഇവിടെ വെച്ചാടിയോ ഫ്രണ്ടിൽ. ഇവരെങ്ങനെ കത്തിക്കൂ ഇത്? ആ ഓക്കെ കത്തിക്കണ്ടേ? ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ മുറിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ഗോഡ് ബ്ലെസ് യു. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി അങ്ങോട്ട് മോനൂട്ടിന് കൊടുത്തോ. മോനൂട്ടിന് അക്കച്ചിക്കോട്. ആ രണ്ടുപേരും ഹാപ്പി ബർത്ത്ഡേ പറ. മോനൂട്ടിന് അക്കച്ചി രണ്ടുപേരും അങ്ങോട്ടും കൊണ്ട് കൊടുക്കും. ആ ദാണ്ടെ മോനുകുട്ടനെ ഗിഫ്റ്റ് കണ്ടാ? മോനിട്ട് കാണീര്. കണ്ടാ അതിന് അമ്മ അപ്പുറത്തോടെ പോക്കോ. ഇല്ല നോക്കട്ടെ. ഇല്ല അടിപൊളിയാ. ആ മോനോട്ടെന്റെ പോസ്. കൊളുത്തോ? കൊളുത്തിടാൻ പോലും അറിഞ്ഞൂടെ കാണുന്നില്ല. നിക്ക് അമ്മ ഇടാം. ആ ഓക്കെ സ്കൂളിലെല്ലാം ഇട്ടോണ്ട് പോണ്ടേട്ടാ. ഓക്കെ രണ്ടുപേർക്കും ഗിഫ്റ്റ് ഒക്കെ കിട്ടി. നോക്ക് ചേട്ടാ ഞങ്ങൾ എതുക്ക് ചേട്ടാ. മതി നമുക്കിനി ചോറ് കഴിക്കാം. കേക്ക് എല്ലാരും എടുത്ത് കട്ട് ചെയ്ത് കഴിച്ചേ കേട്ടോ. കേക്കാവും ഇപ്പൊ കേക്ക് ആ അടിപൊളിയായിരുന്നു. തരണേ നീ ആരോടെങ്കിലും പറഞ്ഞിട്ട് പോണേ. ആ 1 കിലോ അരിയാ. ചോറ് ആ എനിക്ക് വേറെ തവി തരാം. സാലഡ് എന്ത്? ആ സാലഡ് അച്ചാർ. ഓ പഴുപ്പോ? ആ പൈപ്പ് ആണോ? പൊന്നു ദാണ്ടി ഈ അച്ചാറൊക്കെ ഒന്ന് കൊണ്ടുപോയി മോളെ ഡൈനിങ് ടേബിളിന് കൊണ്ടല്ലോട്ട്. ചോറ് വെന്തോമാ ഒന്ന് നോക്ക്. പേടിയാണ് വേവത്തില്ലേ വേവത്തില്ല. ആ നെയ്ച്ചോറൊക്കെ വെന്ത് നല്ല അടിപൊളി നെയ്ച്ചോറ്. എനിക്ക് ഡൈനിങ് ടേബിൾ സെറ്റാക്കുന്നേ ഉള്ളൂ. ഈ ഇല മേടിക്കുമ്പോ അണ്ണൻ പറഞ്ഞ ആ ഇല വാങ്ങിച്ചാൽ ഇവിടെയിട്ട് കത്തിക്കുന്ന പാടേ ഭയങ്കര പാടാ. അതുകൊണ്ട് ഇത് മതിയെന്ന് പ്ലേറ്റ് കഴുകിയാൽ മതിയല്ലോ. കഴിക്കാൻ പോവാണ് ഗൈസ്, കഴിക്കാൻ പോവാണ് ഞങ്ങൾ. ലൈറ്റ് അങ്ങ് അണയ്ക്കാം. പൊന്നു കഴിക്കുന്നോ? കസേര എടുത്തോണ്ട് വാ. എന്നാ അതി. അയ്യോ അത് ഞാൻ മറന്നു. ആ മക്കൾ അത് ഇരുന്ന് കഴിക്ക്.
ആ അടുക്കള കിടപ്പുണ്ട്, എടുത്തോണ്ട് വാ. കഴിക്കൂ, നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യണ്ട, കഴിച്ചോളൂ. നിങ്ങൾ ചോറ് കഴിക്കുന്ന 4 പേര് കാണട്ടെ. ഇന്നല്ല. ആ പൊന്നു അങ്ങോട്ട് ഇരുന്ന് കഴിച്ചോ. പപ്പടം പൊരിക്കാൻ മറന്നുപോയി, ഇപ്പഴാ ഓർത്തത്. ആർക്കാ? പൊന്നൂനോ? അതുകൊണ്ട് പ്ലേറ്റ് ഉണ്ട്, ഇഷ്ടംപോലെ പ്ലേറ്റ് ഉണ്ട്. ആ കൊട്. മോണുകുട്ടാ, ഞാൻ നല്ല പറ്റിച്ചങ്ങ് വെച്ച്. എനിക്ക് പേടിയായിരുന്നു ഇറച്ചി വേവുമെന്ന്. കുഴപ്പമില്ല, വെന്ത്. ഇത് നമ്മുടെ സെക്കൻഡ് ഡ്രസ്സൊക്കെ ഇട്ട് പൊന്നിസിനെ മോൻ്റെ ഫോട്ടോ എടുക്കുകയാണ്. ഇത് നാളെ സ്കൂളിൽ ഇട്ട് കൊടുക്കാനുള്ളതാണ്. പിന്നെ നാളെ രാവിലെ നമുക്ക് ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ലല്ലോ. ഓ ബാ, നീ ഏതേലും ഇട്, ബാ ഒന്ന് വന്നാ മതി. നീ വരൂ വരൂ, ബില്ലൊക്കെ കടിച്ച് പൊട്ടിച്ച് കളയൂ. പിന്നെ ബില്ല് നീ വെക്കാനോ? പോ, അണ്ണൻ്റെ കൂടെ പോകൂ. നമ്മള് തൊപ്പി വാങ്ങിച്ചു വെച്ചിട്ട് കേക്ക് മുറിക്കാൻ നേരം തൊപ്പി വെച്ചില്ല, മറന്നുപോയി. താഴോട്ട് തണലുള്ള സ്ഥലത്തെ ഫോട്ടോ എടുക്കും. അപ്പോൾ നമ്മള് കാരുടെ അമ്മായി വേണ്ടി പോവുക. പിന്നെ ദാണ്ട ഈ പൊന്നൂസിന് നാളെ ഇടാൻ വേണ്ടി എടുത്ത ഡ്രസ്സാണ് സ്കൂളിൽ കൊണ്ടുപോയത്. അപ്പൊ ഇതിനകത്ത് ചെറിയൊരു ഡാമേജ് കേട്ടോ. ഇന്ന് ഇടാൻ നോക്കിയപ്പോഴേ കണ്ടത്, ഞാൻ ഫോട്ടോ എടുക്കാൻ നോക്കിയപ്പോ. അപ്പൊ വിചാരിച്ച് കൈയോട് കൊടുത്ത് അങ്ങ് മാറാം, അല്ലെങ്കിൽ നാളേക്ക് വെച്ച് നടക്കത്തില്ല. രാവിലെ കുഞ്ഞിന് പോകണ്ടേ, ഇന്ന് സൺഡേ തുറക്കണ്ടേ. ഫ്രണ്ട്സിന്നാ എടുത്തത് കേട്ടോ. അപ്പൊ അത് കൊടുത്ത് മാറാന്നാണ്ട് 2 പേര് ഇരിക്കുന്നു. ഉടുപ്പൊക്കെ മാറി, ക്ഷീണം, ബിരിയാണിയൊക്കെ തിന്നു കഴിഞ്ഞപ്പോ അങ്ങ് കിതപ്പും വയ്യായ്മയും ഒക്കെയാ. അപ്പൊ ഇത്രയുള്ള അതിന്റെ പരിപാടി കേട്ടോ. ജസ്റ്റ് പിന്നെ അണ്ണന്റെ അമ്മായും പെങ്ങളൊക്കെ വൈകുന്നേരം വരാന്ന് പറഞ്ഞപ്പോ അണ്ണൻ പറഞ്ഞു വേണ്ട, ഇനി പ്രത്യേകിച്ച് വൈകിട്ട് പരിപാടികളൊന്നും ഇല്ലല്ലോ നമുക്ക്. അപ്പൊ ഈ പിന്നെ അതുമല്ല, പൊന്നൂസും മോനൂട്ടനും എല്ലാ വർഷവും ഇവർക്ക് ആഗ്രഹം ആഘോഷിക്കണം. ഈ വട്ടം എല്ലാരും വിളിച്ചേനെ. കഴിഞ്ഞ വട്ടം ഫ്രണ്ട്സ് എല്ലാരും വന്നായിരുന്നു. നെല്ലി പൊന്നു വന്ന് നടു ഒടിഞ്ഞു പണി ചെയ്ത്. അവൻ തന്നെ എല്ലാം വെച്ച്, അവൻ തന്നെ എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത്. ഈ വട്ടത്തിൽ എന്തായാലും കുഞ്ഞു ബർത്ത്ഡേ യൂ ഇല്ല. കേക്കിന്റെ സ്റ്റാൻഡ് അവിടെ വെച്ച് അത് കൊടുക്കണമായിരുന്നു നമുക്ക്. 4 മണിക്ക് വേറെ ബർത്ത്ഡേ കൊടുക്കാനുള്ളതാ അത്. 8 വയസ്സാകുമ്പോ എനിക്ക് അപ്പൊ ഞാൻ എല്ലാരെയും വിളിക്കാം. ആ ശരി, നമുക്ക് അന്നേരം എല്ലാരും വിളിക്കാം. ഇപ്പൊ ഇന്നത്തെ ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നോ പൊന്നു? കുഴപ്പമില്ല. കുറച്ച് വെപ്രാളം കൂടി പോയി. മൂന്നിനും വിശപ്പും ബഹളമൊക്കെ ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് കഴിച്ചോളാൻ വയ്യാതെ തൊപ്പി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും വെച്ചില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കാൻ മറന്നു. നമുക്ക് എങ്ങനെങ്കിലും കേക്ക് കട്ട് ചെയ്യുന്നതിന് മുമ്പ് വീഡിയോയും എടുക്കണം, അവനാണെങ്കിൽ പെട്ടെന്ന് കേക്കും കട്ട് ചെയ്യണം. ആ ഒരു വെപ്രാളത്തിൽ എല്ലാം കുറച്ച് അങ്ങോട്ട് അല്ലക്കുള്ളിത്തായി പോയി. ഇല്ല കേക്കിന്റെ സ്റ്റാൻഡ് എടുത്തില്ല. അപ്പൊ മുത്തുമണി ഇത്ര ഉള്ള നമ്മുടെ കുഞ്ഞു ബർത്ത്ഡേ വിശേഷം എന്ന് വെച്ചാൽ ഒരു സന്തോഷം, ഒരു ഓർമ്മ ഇത്ര ഉള്ളത്. അപ്പോ നമുക്ക് അടുത്തൊരു അടിപൊളി വ്ലോഗ് പറയാം. ടാറ്റ പറ, എല്ലാരും പറ ടാറ്റ പറ. യു ടാറ്റ പറ. വിഷ് ചെയ്ത് എല്ലാവർക്കും ലവ് യു സോ മച്ച് പറ പൊന്നു.